ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട്ട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതുവിനെ കുറിച്ചുള്ള ആ മഹാസത്യം മഹാലക്ഷ്മി ആണെങ്കിൽ തന്റെ മകൾ മയൂരെടുത്തും മരുമകൾ പല്ലവിയെടുത്തും തുറന്നു പറയാണ്, നമ്മുടെ കുടുംബം ചെറിയ കുടുംബമാണെങ്കിൽ സന്തുഷ്ട കുടുംബം എന്നില്ലേ മോളെ, ആ കുടുംബം ഇങ്ങനെ ആക്കി തീർത്തത് എന്റെ പൊന്നാര മോൻ സേതു തന്നെയാണ്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മയൂരി പറയുമ്പോൾ, ഞാൻ പറഞ്ഞ സത്യ മോളെ, നിനക്ക് എന്താ വിശ്വാസമില്ലാത്തത്? നിനക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ എന്നെയായിട്ട് അകൽച്ച കാണിച്ചു തുടങ്ങിയപ്പോ അമ്മക്കത് വല്ലാത്ത വിഷമമായിരുന്നു. അമ്മ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചായിരുന്നു. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ മേ. അതിനുശേഷം ഒരു ദിവസം നിന്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അന്നാണ് നിന്റെ അച്ഛൻ സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞത്. സേതു കഴിഞ്ഞ ദിവസം, അതായത് അച്ഛൻ എന്നെയായിട്ട് എപ്പോഴാണ് അകൽച്ച കാണിച്ചു തുടങ്ങിയത്, അതിന്റെ 2 ദിവസം മുമ്പ് സേതു അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയിരുന്നു സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ. അവിടെ വെച്ചിട്ടാണ് സേതു എനിക്ക് മുമ്പൊരു മാധവനായിട്ട് കല്യാണം കഴിഞ്ഞതും സേതു മൂത്ത മകനാണെന്നും ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ മരവിച്ചു പോലെ ആയിപ്പോയി. എങ്കിലും അദ്ദേഹം എല്ലാം ക്ഷമിച്ച് എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തയ്യാറായ സമയത്താണ് മറ്റൊരു ദുരന്തം കൂടി സേതുവായിട്ട് വരുത്തി വെച്ചത്. അതെന്താന്ന് പല്ലവി ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ മയൂരിയുടെ വിവാഹ നിശ്ചയ ദിവസം അന്ന് ചെക്കന്റെ വീട്ടുകാരെ പകുതി വഴി വരെ എത്തിയിട്ട് പിന്നീട് വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോയതാണ്. അമ്മ ശരിയല്ലെന്നും അമ്മയുടെ സ്വഭാവം ശരിയല്ലെന്നും മഹാലക്ഷ്മി ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞത്. അവരെന്തൊക്കെ വൃത്തികേടാ പറഞ്ഞെന്ന് നിങ്ങൾക്കൊന്ന് ഓർത്തു നോക്ക്. അത്ര വൃത്തികേട് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയത്. അന്ന് എനിക്കത് മനസ്സിലായില്ല. പിന്നീട് വേണുവേട്ടനാ പറഞ്ഞത്, ആ പയ്യനും വീട്ടുകാരും വിവാഹ നിശ്ചയത്തിന് വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് സേതു തടഞ്ഞു നിർത്തുകയും സേതു അവരോട് എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് പറയും. എന്റെ പഴയ ചരിത്രങ്ങളൊക്കെ അവരോട് തുറന്നു പറഞ്ഞു. അത് പറഞ്ഞതിൽ കുഴപ്പമില്ല, പക്ഷെ അവൻ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. മാധവൻ നായരെ ഞാൻ വിവാഹം കഴിച്ചു, അതിനൊരു മോനുണ്ടായി. എന്നിട്ട് മോനെയും അതുപോലെ മാധവൻ നായരെയും വേണുവേട്ടനെ കണ്ടപ്പോ ഞാൻ ഉപേക്ഷിച്ചു. വെറും ഒരു കാമം തീർക്കാനായിട്ട് പുതിയൊരാളെ തേടി പോയി, ഒരു വൃത്തികെട്ട പെണ്ണെന്ന രീതിയിൽ അവൻ അവിടെ ചിത്രീകരിച്ചത്. അപ്പോ അവരെന്നെ മോശമായിട്ട് കരുതി. ഞാൻ മതില് ചാടുമെങ്കിൽ മോൾ വൻമതില് ചാടുമെന്നാണല്ലോ പറയണത്. മോൾക്കും അങ്ങനത്തെ സ്വഭാവമൊക്കെ തന്നെയായിരിക്കുന്നു. സേതു അവരോട് പറഞ്ഞു, പറ, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ ആദ്യത്തെ കുടുംബത്തിലാണ് സേതു, എന്റെ മാധവേട്ടുണ്ടായതാണ് സേതു. അപ്പൊ സേതുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോ എന്റെ ഇപ്പോഴത്തെ കുടുംബമാണ് ഞാൻ തകർത്ത് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്ത മോനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. വേറെ ആർക്കെങ്കിലും ഞാൻ അകൽച്ച കാണിക്കുന്നുണ്ടോ? സേതുവിനോട് മാത്രമല്ല അകൽച്ച കാണിക്കണത്. അതിന് കാരണം ഇത് തന്നെയാണ്. പല്ലവി പറഞ്ഞില്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. സേതുവേട്ടന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. മയുടെ വിവാഹത്തെ കുറിച്ച് ഓരോന്നോരോന്ന് എന്നെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സേതുവേട്ടൻ ഒരിക്കലും വിവാഹ നിശ്ചയം മുടക്കില്ല. മയൂരി പറഞ്ഞ, അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരിക്കും, പക്ഷെ സേതുവേട്ടൻ അങ്ങനെ ചെയ്യില്ലമ്മേ. ഒന്നില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതിൽ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ കള്ളം പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അച്ഛൻ കള്ളം പറയില്ല, പക്ഷെ ഇതിൽ വേറെ എന്തോ ചതി നടന്നിട്ടുണ്ടമ്മേ, എനിക്ക് ഉറപ്പാണ് എന്ന് മയൂരിയും പറയാം. പല്ലവി പറയണ്ട്, അതെ, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. മയൂരിയുടെ അച്ഛൻ വേണു സാറ് അങ്ങനെ സേതുവേട്ടൻ തെറ്റിദ്ധരിച്ചതായിരിക്കും. അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ വേണു സാറിനോട് തന്നെ നേരിട്ട് പോയി സംസാരിക്കണം. അങ്കിളിനോടും സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട ചേച്ചി, ഞാൻ സംസാരിക്കാം എന്ന് മയൂരി പറയാണ്. വേണ്ട, എന്ത് വേണമെന്ന് ഞാൻ ചെയ്യാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ, അമ്മയുടെ കൂടെ കൂട്ടി ഇന്ന് ഇവിടെ നിൽക്ക്. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം വേറെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പല്ലവി നേരെ വീട്ടിലേക്ക് പോവാണ്. സേതുവിനോട് പറഞ്ഞിട്ട്, സേതുവേട്ടാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ സേതുവിനോട് പറയാണ്. അമ്മക്ക് എന്തിനാണ് സേതുവിനോട് ഇത്ര ദേഷ്യം എന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ച് സേതുവേട്ടാ. എന്താ പല്ലവി, എന്താ അമ്മ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കാൻ കാരണം? അത് വേറൊന്നുമല്ല, അമ്മയുടെ തെറ്റിദ്ധാരണയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. സേതുവേട്ടാണ് മയുടെ വിവാഹ നിശ്ചയം മുടക്കിയെന്നും അതുപോലെ തന്നെ വേണു അങ്കിളടുത്ത് ലക്ഷ്മി അമ്മേനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ലക്ഷ്മി അമ്മക്ക് ഇതിനു മുമ്പ് മാധവനെ വിവാഹം കഴിച്ചതും സേതുവേട്ടൻ ഉണ്ടായതും വേണുവിനെ കണ്ടപ്പോഴേക്കും ഒരു പ്രണയം മൂത്തിട്ട് മാധവൻ നായരെ മറന്നിട്ട് വേണുവിന്റെ കൂടെ ഇറങ്ങിപ്പോയവളാണെന്നും എന്നൊക്കെ രീതിയിൽ സേതുവേട്ടനാണ് വേണു അങ്കിളോട് പറഞ്ഞെന്നൊക്കെയാണ് ലക്ഷ്മി അമ്മ പറയണത്. എന്താ പറയണത്? വേണു അങ്കിളത്ത് ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ വേണു അങ്കിളിനെ കണ്ടിട്ട് പോലും ഇല്ല, സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതെ, പക്ഷെ അമ്മ അങ്ങനെയൊക്കെയാ പറയണത്. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. സേതുവേട്ടൻ ഒരു കാര്യം ചെയ്യും, ആദ്യം വേണു അങ്കിളിലൊന്ന് പോയി കാണ്, സംസാരിക്ക്. അതെ, അത് വേണം. എനിക്ക് ചോദിക്കണം ഞാൻ എപ്പോഴാണ് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന്. അങ്ങനെ എനിക്ക് ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു നേരെ പോണത് നമ്മുടെ വേണുവിന്റെ അടുത്തേക്കാട്ടോ. അപ്പൊ വേണുക്ക് സേതുവിനെ കാണുമ്പോ അറിയില്ല ഇയാൾ ആരാ എന്ന രീതിയിലാണ്. കാരണം വേണുവിന്റെ മനസ്സിൽ സേതു എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ മുഖമാണല്ലോ. അങ്ങനെ സേതു വരുന്നുണ്ട്. അപ്പൊ വേണു ചോദിക്കുന്നുണ്ട്, ആരാ എന്താന്ന് ചോദിക്കുമ്പോ, എന്നെ അറിയാവോ എന്ന് ചോദിക്കാണ്. എനിക്കറിയില്ല, എനിക്ക് ആരാ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ പേര് സേതു എന്നാണ് എന്ന് പറയാണ്.
അപ്പോഴും വേണുവിനതങ്ങ് മനസ്സിലായില്ലട്ടോ. സേതുവാ, ഏത് സേതു? മഹാലക്ഷ്മിയുടെ മകൻ സേതു. നീ എന്താ എന്നെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഞാനാ സേതു? ഇല്ല, നീയല്ല സേതു. സേതുവിനെ ഞാൻ കണ്ട് സംസാരിച്ച് ചെയ്താണ്. നീ എന്താ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ്? ആൾമാട്ടത്തിന് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറയാണ്. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ സേതുവാണ്, മഹാലക്ഷ്മിയുടെ മാധവന്റെ മകൻ സേതുവാണ്. ഇല്ല, നീയല്ല. അന്ന് വന്നത് നീയല്ലായിരുന്നു. എന്നോട് സംസാരിച്ചത് നീയല്ല. അപ്പോ അങ്കിളിനെ ആരോ പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെയാ മകൻ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാണ് ലക്ഷ്മിയുടെ കൂടെയുള്ള. കണ്ടില്ലേ, എന്റെ അമ്മയാ മഹാലക്ഷ്മി. അപ്പൊ അന്ന് വന്നത് ആരാ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്ന് അങ്കിളിനെ കാണാൻ ആരാ വന്നത് ഒന്ന് ഓർത്തു ചോദിക്കേ. എടാ, അന്ന് വന്നത് ഒരു ചെറുപ്പക്കാരനാ. ഏകദേശം സേതുവിനെക്കാളും കുറച്ച് പ്രായം കുറവേ ആയിരിക്കുള്ളൂ. അവൻ ഒരു പ്രത്യേകതര സംസാരം അവന്റെ. അപ്പൊ അങ്ങനെ ഒരു പറയുമ്പോഴേക്കും സേതുവിന് മനസ്സിങ്ങനെ തോന്നുവാണ്, ഇത് പറയണ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദ്രന്റെ ഒരു ഇത് എവിടെയൊക്കെയോ ടച്ച് തോന്നുന്നുണ്ടല്ലോ എന്ന് സേതുവിനെ മനസ്സിലാവുന്നുണ്ട്. സേതു അപ്പൊ തന്നെ വേഗം ഫോൺ എടുക്കാനായിട്ട് ഇന്ദ്രന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വേണുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്കിളെ, ഇയാളെ നോക്കിക്കേ, ഇയാളാണോ സേതു ആണെന്ന് പറഞ്ഞിട്ട് അങ്കിളിനോട് സംസാരിച്ചത്? അത് ഇവൻ തന്നെയാ സംസാരിച്ചത്. അങ്കിളെ, ഇത് സേതു അല്ല, ഇത് ഇന്ദ്രനാണ്, ഇന്ദ്രൻ എന്ന് പറയാണ്. ഇന്ദ്രനോ? അതെ, ഒരു മഹാസൈക്കോ ആണ്, മാനസിക രോഗി. എന്റെ ഋതുവിനെ വിവാഹം കഴിച്ചവനാണ് ഇവൻ. ഋതുവിനെ പറ്റിച്ച് ചതിച്ച് ആൾമാറാട്ടം നടത്തി ഋതുവിനെ ഒരു കുഞ്ഞു വയറ്റിലുണ്ടായതിനു ശേഷമാണ് വിവാഹം നടന്നത്. ഇവനൊരു ചതിയനാണ്. ഇവൻ ആരെയും കൊല്ലാൻ മടിക്കാത്തവനാണ്. അപ്പ ഇതെന്നെ സംഭവം. അവൻ നമ്മുടെ കുടുംബം കുളം തൊണ്ടാൻ വേണ്ടി ആള് മാറി വന്നിട്ടാണ് മയൂരിയുടെ വിവാഹം മുടക്കിയതും അങ്കിളിനെ തെറ്റിദ്ധരിപ്പിച്ചതും. ഇവന്റെ കള്ളക്കളി ഇപ്പൊ തന്നെ പുറത്താക്കണം. ഞാനും വരാം സേതു എന്ന് വേണുവും പറയാണ്. എന്നിട്ട് വേണു പറയണ്ട, എല്ലാത്തിനും എനിക്ക് മഹാലക്ഷ്മി അടുത്ത് മാപ്പ് പറഞ്ഞ് മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരണോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സേതു വേണുവും കൂടി നേരെ പോണത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. അവിടെ പോയതിനു ശേഷം ഇന്ദ്രനെ വലിച്ചു പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഇന്ദ്രനെ ഏകദേശം കാര്യം മനസ്സിലായിട്ടോ. വേണു സേതു ഒന്നായി കഴിഞ്ഞാൽ തന്റെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞതാണെന്ന് ഇന്ദ്രന് മനസ്സിലായി. ഇന്ദ്രൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും വേണുവും സേതു കൂടി നല്ല അടിച്ച് പിടിച്ച് ഇന്ദ്രനെ നല്ല കെട്ടിയിട്ടിട്ട് നേരെ മഹാലക്ഷ്മിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടാണ്. ഇട്ടതിന് ശേഷം പറയുന്നുണ്ട്, പൊന്നുമടത്തിലേക്ക് കൊണ്ടതിന് ശേഷം പറയുന്നുണ്ട്, മഹാലക്ഷ്മി ദേ ഇവനാണ് സേതുവാണെന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചത്. മയൂരി മോളുടെ വിവാഹ നിശ്ചയം മുടക്കിയതും സേതുവാണെന്ന് പറഞ്ഞിട്ട് ദേ ഈ ഇന്ദ്രനാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അതെ ഇവൻ ഇന്ദ്രനാണ്, ഋതുയുടെ ഭർത്താവ് എന്ന് പറയാണ്. ഇവനൊരു മാനസിക രോഗിയാ, ഭ്രാന്തൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. നിന്റെ മകൻ സേതുവാണെന്ന് പറഞ്ഞിട്ടാ ഇവൻ എന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് നിന്റെ പഴയ കഥകൾ ഓരോന്നായി പറയുകയും ചെയ്തത് ഇവൻ തന്നെയാണ്. നിന്നെ വളരെ മോശക്കാരിയാക്കിയിട്ട് ലക്ഷ്മി ഇവൻ എന്നോട് സംസാരിച്ചത്. സേതു പറയണ്ട, അമ്മേ സോറി അമ്മേ, അമ്മയുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതേ ഇവനാണ് നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചത്. അപ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ദേഷ്യം വേണ്ട. മഹാലക്ഷ്മി ഇന്ദ്രന്റെ അടുത്തേക്ക് കൂടി ഒറ്റ അടിച്ചു കൊടുക്കാണ് മുഖത്ത്. ഇന്ദ്രൻ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അവിടെ നമ്മുടെ പല്ലവി ഋതുവിനെയും അച്ചുവിനെയും പൂർണിമേനെ ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാരും കൂടി ചേർന്ന് ഇന്ദ്രനെ അടിച്ച് ചതിക്കാട്ടോ. ആ സമയത്താണ് മറ്റേ വേണുവാണെന്നുണ്ടെങ്കിൽ അരയിൽ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട്. ആ കത്തി ഇന്ദ്രൻ തന്നെ വലിച്ചുവിട്ട് ലക്ഷ്മിയുടെ കഴുത്തിൽ ഇങ്ങനെ വെക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഈ മഹാലക്ഷ്മിയെ ഇന്ന് ഞാൻ കൊന്നു കളയും. എനിക്കോ കോടതിയും കേസിനൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം മാനസിക രോഗിയാണല്ലോ. ആരെ എനിക്ക് എപ്പോ വേണമെങ്കിലും കൊല്ലാം. ആ ധൈര്യത്തിൽ ഞാനിവരെ കൊന്നു കളയും. അത് വേണ്ടാന്നാണെങ്കിൽ എല്ലാവരും എന്റെ മുമ്പിൽ നിന്ന് മാറ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ പ്രൊമോയില് കാണിച്ചു കേട്ടോ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പൊ നമ്മുടെ ക്ലൈമാക്സ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇന്നല്ല നാളെ അറിയാൻ പറ്റും. നാളെ നമുക്കൊരു ആഫ്റ്റർനൂൺ പ്രൊമോ എന്ന് പറഞ്ഞിട്ട് പ്രൊമോസ് വരുമല്ലോ. അപ്പൊ അതിൽ കാണിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പൊ ക്ലൈമാക്സ് ആയ കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ കമന്റ് ബോക്സിൽ ക്ലൈമാക്സ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനും പറഞ്ഞേട്ടോ. ക്ലൈമാക്സ് ആയെന്ന് ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അറിയാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.